ശ്രീ ശ്രീ ജോണിക്കുട്ടി പ്രൊഫസർ ശ്രീ ജെ ജോണിക്കുട്ടി ഒഴികയിൽ താങ്കൾ ഒരു മീറ്റിംഗിൽ സംസാരിച്ചതായി കേൾക്കുന്നത് എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു തകരാറും ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമവികസന മന്ത്രി പറയുന്നു 152 അടിയാക്കി അവർ ഉയർത്തും എന്നൊരു വെല്ലുവിളി സ്വഭാവത്തിൽ പറയുന്നതിനെയും കേരളം ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് താങ്കൾക്കുണ്ടോ ശ്രീ ജോണിക്കുട്ടി? എൻ്റെ ഒരു നിലപാടല്ല. ഞാൻ ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഫിസിക്സ് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇടുക്കി ഡാം പൊട്ടിയാൽ പോലും മുല്ലപ്പെരിയാർ ഡാം തകരാൻ സാധ്യമല്ല. കാരണം ഒരു ഡാം ബ്രീച്ച് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ജലബോംബായിട്ട് തീരാൻ ഒരിക്കലും ഈ മുല്ലപ്പെരിയാറിന് സാധ്യമല്ല. കാരണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, അതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറയേണ്ടി വരും. പക്ഷേ അതിലുപരി ഈ ചർച്ചയും ഇതുപോലുള്ള ഈ സംവാദങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു ഫിയർ ആസ് എ ടൂൾ അത് രണ്ട് സംസ്ഥാനങ്ങൾക്കും ആവശ്യമാണ്. അതായത് എപ്പോഴും ജനങ്ങളുടെ ഒരു ജനഹിതം ഏതെങ്കിലും വഴിക്ക് അവനവൻ്റെ പിടിയിൽ ഒതുക്കി നിർത്താനും അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഫിയർ ആസ് എ ടൂൾ. അത് രണ്ട് സംസ്ഥാനങ്ങളും വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ ഇവിടെ താങ്കളുടെ ഫിസിക്സ് പാണ്ഡിത്യ അറിവിൽ എത്രത്തോളം കാര്യങ്ങൾ താങ്കൾ പറഞ്ഞാൽ താങ്കൾ ഈ പറയുന്നത് എന്താണ്? ഇത് ഗ്രാവിറ്റി ഡാമാണ്, ഇത് താഴെ ഭയങ്കര വിസ്തീർണമുണ്ട് എന്നൊക്കെ നമ്മൾ അത് കുറേ നാളെ കേൾക്കുന്നതാണല്ലോ. ഇതിന് 130ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ട്. മനുഷ്യ നിർമ്മിതിക്ക് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കാലാവധി ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഈ പറഞ്ഞ അന്ന് സുർക്കിയിൽ ഉണ്ടാക്കിയ, അതിനുശേഷം തമിഴ്നാട് കോൺക്രീറ്റ് കൊണ്ട് ബലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ പോലും സാറേ ഇത് എത്ര വർഷം കൂടെ മുന്നോട്ടേക്ക് പോകും എന്നൊരു ആശങ്ക ജനത്തിൻ്റെ മനസ്സിലുണ്ടാവില്ലേ? ആ ആശങ്ക കേരളത്തിനുണ്ട് ശ്രീ ജോണിക്കുട്ടി. അത് മുല്ലപ്പെരിയാർ ഡാം അങ്ങ് പൊട്ടി നാളെ ഈ 3 ജില്ലകൾ ഒഴുകിക്കളയുമെന്ന് എന്ന പേടിയിലൊന്നുമല്ല. ആ ആശങ്ക കേരളത്തിന് ഉറപ്പായും ഉണ്ട്. ജോണിക്കുട്ടി, താങ്കൾ പക്ഷേ അന്ന് സംസാരിച്ചത് അന്ന് ഉത്തമപാളയത്ത് എനിക്ക് തമിഴ്നാട് കർഷകരുടെ എന്തോ മീറ്റിങ്ങിലാണ് താങ്കൾ അന്ന് എത്ര ഭൂകമ്പം ഉണ്ടായാലും പൊട്ടിപ്പോവില്ല, അതവിടെ പോയി പറയേണ്ട വിഷയമാണോ എന്ന വിഷയം അങ്ങ് ആത്മപരിശോധന നടത്തൂ. അത് പോട്ടെ. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ 152 അടിയാക്കിയാലും പ്രശ്നമൊന്നും വരേണ്ടതല്ലോ ശ്രീ ജോണിക്കുട്ടി? ഞാൻ പറയുന്നത് ഗ്രാവിറ്റിയെ സംബന്ധിച്ചാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഗ്രാവിറ്റി എന്നൊരു ഫാക്ടർ ഉള്ളിടത്തോളം കാലം ആ ഡാം നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ വെള്ളം സുരക്ഷിതമായി നിൽക്കുന്നത് അത് ആ ഡാമിൻ്റെ വെയിറ്റ്, അതായത് കല്ലടുക്കി വെച്ച് സുർക്കി ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ പുറത്ത് ക്യാപ്പിംഗ് ചെയ്തിട്ട് പോലെ കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അത് വെച്ചിരിക്കുന്നു അഡീഷണലായിട്ട്. ഇതൊക്കെ വന്നാലും ഇത് പൊട്ടിപ്പോകാൻ സാധിക്കുന്നൊരു സാധനമല്ല. ഇതിന് കുറേശ്ശെ മുകളിൽ നിന്ന്, കാരണം ഇത് 69 അടി വീതി ചുവട്ടിലുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ചുവട്ടിലുള്ള അടി എന്ന് പറയുന്നത് 60 അടി വീതിയുള്ള ഒരു സ്ട്രക്ചറാണ് ഇടുക്കി ഡാം. അത് 560 അടിയിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുക. ഇത് 60 അടി ഫൗണ്ടേഷനിൽ നിന്ന് ഇത് വെറും 172 അടിയിലേക്കാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിനകത്ത് വെള്ളം ഇപ്പം നിർത്തുന്നത് 142 അടിയിലാണ്. 152 അടി ആവശ്യപ്പെടുന്നത് തമിഴ്നാടാണ്. ഞാൻ പറയുന്നത് താങ്കളുടെ യുക്തിപ്രകാരം അതിനൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും താങ്കളുടെ ഫിസിക്സ് അങ്ങനെയാണെങ്കിൽ അത് പ്രാപഞ്ചിക നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പ്രാപഞ്ചിക നിയമപ്രകാരം ഒരു 100 വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പമില്ല എന്നാണ് താങ്കളുടെ യുക്തി. അങ്ങനെയാണെങ്കിൽ അത് കടുത്ത ബലമാണ്. അവിടെ 152 അടി വെള്ളം ഉയർത്തിയാലും പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല എന്നതാണല്ലേ? അതിൻ്റെ ബലം എന്ന് പറയുന്നത് അത് പണിത് വെച്ചിരിക്കുന്നതുകൊണ്ടല്ല, ആ കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രമാണ്. കല്ലടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കല്ലിൻ്റെ ഭാരമാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് മറിച്ചിടാൻ പറ്റിയല്ല ഇപ്പോഴത്തെ നിലയ്ക്ക്. 152 അടിയാണെങ്കിലും 180 അടിയാണെങ്കിലും എത്ര അടിയാണെങ്കിലും അതുകൊണ്ട് ഇത് സുരക്ഷിതമാണ് ഈ ഡാം. ഓക്കെ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അങ്ങനെ നമുക്ക് കരുതിയിരിക്കാൻ കഴിയുമോ? 152 വേണോ പൊളിച്ചു കളയണോ എന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് അപ്പൊ താങ്കളുടെ യുക്തി, താങ്കൾ പറയുന്ന താങ്കളുടെ ഫിസിക്സ് പ്രകാരം അതിൽ 152 അല്ല 162 അടിയായാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുറച്ച് കല്ലൂടെ തന്നെ മുകളിൽ കൊണ്ട് ഇട്ടാൽ മതി എന്നാണ് അല്ലേ? ഇനി കല്ല് വെക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ, ഞാൻ പറഞ്ഞാൽ അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി ഈ ഡാമിനെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ജലനിരപ്പ് ഉയർത്തുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡാം ഈസ് സ്ട്രോങ്, അതാണ് ഞാൻ പറയുന്നത്.
രാജഗോപാൽ കമ്മത്ത് വെറുതെ അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.